പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച NIAയും PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് ED റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. PFI ഭീകരർ നിരോധനത്തിന് പിന്നാലെ SDPIയിൽ നുഴഞ്ഞുകയറുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിൽ 2021 മാർച്ചിൽ കുറ്റപത്രം നൽകിയ NIA PFI SDPI ബന്ധം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളും റെയ്ഡുകളിൽ കണ്ടെത്തിയ ഡീറ്റെയിൽ തെളിവുകളും സാമ്പത്തിക ഇടപാട് വിവരങ്ങളും രണ്ട് സംഘടനകളും ഒന്നുതന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ്. രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് PFI നിരോധിച്ചതിന് പിന്നാലെ ഭീകരവാദികൾ മറയാക്കിയിരുന്നത് SDPIയാണ്. PFIയുടെ തീവ്ര ആശയങ്ങൾ പിന്നീട് നിരവധി വേദികളിൽ SDPI നേതാക്കൾ ആവർത്തിച്ചിരുന്നു. SDPI PFI ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലാണ് NIA. ഇസ്ലാമിക ഭരണമാണ് PFI ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നതെന്നും മതസ്പർദ്ധയുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായും NIA റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഭീകര സംഘടന ISന്റെ അടക്കം പിന്തുണയോടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥയ്ക്കാണ് ശ്രമിച്ചത്. നിരോധനം മുന്നിൽ കണ്ട ഒരു രാഷ്ട്രീയ രൂപം മുന്നിൽ നിർത്തി ഭീകരവാദ ആശയപ്രചരണം തന്നെയായിരുന്നു PFI ലക്ഷ്യമിട്ടിരുന്നത്. SDPIയെ നിയന്ത്രിക്കുന്നതും പണം നൽകുന്നതും PFI ആണെന്നാണ് ED കണ്ടെത്തിയത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ED വിവരങ്ങൾ പുറത്തുവിട്ടത്. ജിജേഷ് കരുണാകരൻ, ജനം, കൊച്ചി.